വെൽക്കം ടു ലേണിനോ. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ലെക്ചർ ഇൻ പോളി എക്സാമിനേഷൻ ഇന്ന് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിക്കായിരുന്നു ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തീരെ ഈ ഒരു ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിനേക്കാളും ടഫായിട്ടുള്ള പരീക്ഷ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഈ ലെക്ചർ പോലൊരു എക്സാമിനേഷൻ നമ്മൾ ഇത്രയും ഈസി ആയിട്ട് വരും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും എന്തായാലും ഉയർന്നു തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്നത്തെ കോഡ് സി ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മുതൽ 50 ക്വസ്റ്റ്യൻ വരെയുടെ നമുക്ക് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണ് ആൻസർ കീ എന്നുള്ളത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an inverter which converts AC to high voltage AC, converts DC to AC, converts AC to DC, increases voltage of DC. നമ്മൾ ഇൻവെർട്ടറും റെക്ടിഫയറും സൈക്ലോ കൺവേർട്ടറും അതൊക്കെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ചോപ്പർ അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചോപ്പർ ആണെങ്കിൽ DC to DC ആയിരിക്കും, സൈക്ലോ കൺവേർട്ടർ ആണെങ്കിൽ AC to AC ആയിരിക്കും, റെക്ടിഫയർ ആണെങ്കിൽ AC to DC ആയിരിക്കും. DC to AC അങ്ങനെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത് ആരാണ്, അത് ഇൻവെർട്ടർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളുടെ ഈ ഒരു എക്സാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാരത്തോണിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ടുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചോദ്യമാണ്. ഇത് കാലം മുമ്പ് ഇത് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ലെക്ചറിനല്ല, എനിക്ക് തോന്നുന്നു ട്രേഡ്സ്മാനോ അങ്ങനെ ഏതോ ഒരു ചെറിയൊരു പരീക്ഷയിൽ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ലെക്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം കൂടിയാണ്. പിന്നെ ഇത് എസെൻഷ്യൽസിൽ വരുന്നതാണല്ലോ, അപ്പം അതുകൊണ്ട് ഈസി ആയിട്ട് ചോദിച്ചായിരിക്കും എന്ന് വിചാരിക്കാം. എന്നാലും ഇൻവെർട്ടർ വെച്ചിട്ട് വേറെയും ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ ശരി, എന്തായാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവാം. ഓപ്ഷൻ ബി ആണ്, കൺവേർട്സ് DC to AC ആക്കാനാണ് എന്ത് ഈ പറയുന്ന ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ അല്ലേ. സൈക്ലോ കൺവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ AC to AC യും, റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ AC to DC യും, പിന്നെ ചോപ്പർ ആണെന്നുണ്ടെങ്കിൽ ചോപ്പർ പ്രിൻസിപ്പിൾ വരുന്ന SFBS ഒന്നും കണ്ടേ ഇല്ല അല്ലേ, കണ്ടിരുന്നോ? ഈ ആദ്യത്തെ 50 ചോദ്യത്തിലില്ല. അപ്പൊ ചോപ്പർ DC to DC ആണ്. എസെൻഷ്യൽസിൽ ചോദിച്ചില്ല അല്ലേ. ശരി, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെമികണ്ടക്ടർ മെറ്റീരിയൽ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് VLSI സർക്യൂട്ട്സ്. VLSI സർക്യൂട്ട്സിന്റെ മാനുഫാക്ചറിൽ നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടർ മെറ്റീരിയൽ ചോദിക്കണം. VLSI പറയുമ്പോൾ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലേ, ടെക്നോളജി യൂസ് ചെയ്യുന്ന അത്തരം സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടർ. പൊതുവെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജി മെറ്റീരിയൽസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക അല്ലേ. അത് പൊതുവെ കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് ആയിരിക്കില്ല, എലമെൻ്റൽ സെമികണ്ടക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ജെർമേനിയം സിലിക്കണാണ് അതിൽ വരിക. അപ്പോൾ ഗാലിയം ആർസനൈഡും സിലിക്കൺ കണ്ടക്ടറും നമുക്ക് സിലിക്കൺ കാർബൈഡും നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ജെർമേനിയം സിലിക്കണാണ്. ആ ജെർമേനിയം സിലിക്കൺ നമ്മുടെ കൈ കിട്ടി തന്നെ അതിലുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാ, അത് സിലിക്കണാണ് അല്ലേ. സിലിക്കണിൻ്റെ ചോദിച്ചിട്ടുണ്ട് അല്ലേ, ബാൻഡ് ഗ്യാപ്പ് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിക്കണിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. എന്നിരുന്നാലും നമുക്ക് അവിടുത്തെ ഒരു വലിയ പ്രത്യേകത സിലിക്കണിൻ്റെ എന്തായിരുന്നു, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും അതിൻ്റെ ഹൈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും അതുപോലെ തന്നെ ലോ സാച്ചുറേഷൻ കറണ്ടും ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കത് അത്യാവശ്യം നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സിലിക്കൺ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ജെർമേനിയം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ സാച്ചുറേഷൻ കറണ്ട് തന്നെയാണ് അല്ലേ. അത് വളരെ ലോല്, ആ ലീക്കേജ് കറണ്ട് വളരെ കുറച്ച് സിലിക്കൺ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാറ്ററീസ് ഹാവ് ദ ഹയസ്റ്റ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി. ഹയസ്റ്റ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി. ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റിനെ നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് Wh/kg ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലിഥിയം അയോൺ ബാറ്ററിക്കാണ്. അത് ഓരോന്നിൻ്റെയും നമുക്ക് നോക്കാം എത്രയാണ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി എന്ന്. നമുക്കിതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ലെഡ് ആസിഡ് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 30 to 50 Wh/kg വരിക. അതേസമയത്ത് ലിഥിയം ആണെന്നുണ്ടെങ്കിൽ 150 മുതൽ ഒരു 250 ആ റേഞ്ചിൽ വരും. ഇത് നിക്കൽ കാഡ്മിയം ആണെന്നുണ്ടെങ്കിൽ ഒരു 40 മുതൽ ഒരു 60 റേഞ്ചിൽ വരും. അതേപോലെ സിങ്ക് കാർബൺ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു ലെസ് ദാൻ ഒരു 50 Wh/kg ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ളിൽ വലുതാരാ, അത് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലിഥിയം അയോൺ ബാറ്ററിക്കാണ്. ആൻഡ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ,
It refers to the amount of energy a battery can store per unit of its mass. ഒരു per unit of massൽ എത്രത്തോളം ഒരു എനർജി ഒരു ബാറ്ററിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, a charged lead acid functions as a dependent voltage source, independent voltage source, dependent current source, independent current source. അപ്പോൾ ഇതിൽ ഒരു ചാർജ്ഡ് lead acid ഫംഗ്ഷൻ ചെയ്യുന്നത് which acts as a independent voltage source ആണ്. അതായത് നമ്മൾക്ക് ഇൻപുട്ടിൽ എന്തെങ്കിലും വേരിയബിൾസോ ഉണ്ടോ അല്ലെങ്കിൽ സർക്യൂട്ടിൽ എന്തെങ്കിലും കമ്പോണൻസിന്റെ വേരിയേഷൻസ് വരുന്നതോ ഉണ്ടോ ഒന്നും തന്നെ വോൾട്ടേജിനെ ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അടുത്തത്, 8051 മൈക്രോ കൺട്രോളർ ഹാസ് 8051 മൈക്രോ കൺട്രോളറിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിൽ കുറേ അതിന്റെ ഇത് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അത് എത്ര ബിറ്റ് അഡ്രസ് ഉണ്ട്, എത്ര ബിറ്റ് ഡാറ്റ ഉണ്ട്, പിന്നെന്തൊക്കെയാണ് നമ്മളതിൽ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, റാം റോം അതിൻ്റെയൊക്കെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എത്ര ബിറ്റാണ് അഡ്രസ് ബസ്, എത്ര ബിറ്റാണ് അതിൻ്റെ ഡാറ്റ ബിറ്റ് എന്നൊക്കെ. അതാണ് ഏറ്റവും ആദ്യം പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ 8 ബിറ്റാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ. അപ്പോൾ 8 ബിറ്റാണ് അവിടെ എന്ത് വരിക, അതിൻ്റെ ഡാറ്റ ബസ് എന്ന് പറയാം. അതിൻ്റെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ബിറ്റ് അഡ്രസ് ബസ് ആണ് വരിക. അതുപോലെ 8 ബിറ്റ് ഡാറ്റ ബസ്സാണ് ഇത് വരിക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 8051 വേറെ എന്തൊക്കെ പഠിച്ചിരിക്കണേ, അതിൻ്റെ പോർട്ടുകൾ, എത്ര പിന്നാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? 40 പിൻ ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിസ്ൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അത് എവിടേക്ക് കണക്ട് ചെയ്യാം അല്ലേ? 18 and 19 പിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 8051 കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കായിട്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 16 ബിറ്റ് അഡ്രസ് ബസ് ആണ് ഇതിലുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 8051 മൈക്രോ കൺട്രോളർ ഹാസ് ഡാഷ് ഓഫ് ദ റീഡ് ഓൺലി മെമ്മറി. നമുക്കറിയാം റാമിന്റെയും റോമിന്റെയും വാല്യൂ അല്ലേ? റോമും റാമും എത്രയാ? 128 ബൈറ്റും റോം എന്ന് പറയുന്നത് 4 KB ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്ഥിരം ചോദ്യം, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. GSM മൊബൈൽ ടെക്നോളജി യൂസസ് FDMA ഓൺലി, TDMA ഓൺലി, ബോത്ത് TDMA ആൻഡ് FDMA, CDMA ആൻഡ് FDMA. അപ്പോൾ ഇതിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസും ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഈ രണ്ട് ടെക്നിക്കും കൂടെ യൂസ് ചെയ്യുന്നത് ആ GSM-ൽ. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടുള്ളവർ ഈ ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇതിൽ TDMA എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസും FDMA എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസും. CDMA ആണെങ്കിലോ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഇതിൽ വരുന്ന ഹാൻഡ് ഓഫ്, ഇത് രണ്ടും ഹാർഡ് ഹാൻഡ് ഓഫും ഇത് സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ് വരാം. അടുത്തത് വെച്ചാൽ ഫോളോയിങ് ഫ്രീക്വൻസി ബാൻഡ് ഇസ് യൂസ് ഫോർ കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ താഴെ തന്നിരിക്കുന്ന ഏത് ബാൻഡാണ് യൂസ് ചെയ്യണം? ഹൈ ഫ്രീക്വൻസി ബാൻഡ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ്, K ബാൻഡ്, VLF ബാൻഡ്, വെരി ലോ ഫ്രീക്വൻസി ബാൻഡ്. ഏത് ബാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡാണ്, UHF ബാൻഡാണ്. അതിൻ്റെ റേഞ്ച് എങ്ങനെയാണ് വരിക? ഒരു 300 MHz മുതൽ അല്ലേ, ഒരു 300 MHz മുതൽ ഒരു 3 GHz റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂ വരിക. അതാണ് കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത വിചാരിച്ച ഫോളോയിങ് സെമികണ്ടക്ടർ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് വൈറ്റ് ലൈറ്റ് എമിറ്റിംഗ് LEDs. അതായത് വൈറ്റ് LEDs പല കളേഴ്സ് എമിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള LEDs വൈറ്റ് കളർ എമിറ്റ് ചെയ്യുന്ന LEDക്ക് വേണ്ട മെറ്റീരിയൽ നമുക്കറിയാം. ഒരു LEDന്റെ കളർ നമുക്ക് നിർണ്ണയിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അത് ഏത് ഫ്രീക്വൻസിയിൽ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുപോലെ തന്നെ അത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്നുള്ളത്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ LED ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏത് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വ്യത്യാസം. ഇപ്പോൾ ഗാലിയം ആർസനൈഡ് ആണ്. പൊതുവെ LED കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജി എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യും, മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ കോമ്പൗണ്ട് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാലിയം ആർസനൈഡ്, അലുമിനിയം ഗാലിയം ആർസനൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഗാലിയം ആർസനൈഡ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, അത് ഇൻഫ്രാറെഡ് ആണ്. ഗാലിയം ആർസനൈഡിൻ്റെ
ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, പിന്നെ ജർമ്മേനിയം സിലിക്കണും വരില്ല, അത് നമുക്ക് LED ഉണ്ടാക്കാൻ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ഇന്ത്യം ഗാലിയം നൈട്രൈഡ്, ഇന്ത്യം ഗാലിയം നൈട്രൈഡ് ആണ്, അത് നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് തരും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് ആൻ ആക്റ്റീവ് ഡിവൈസ്? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, കാർബൺ കോമ്പോസിഷൻ ട്രാൻസിസ്റ്റർ, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ. നമുക്കറിയാം ഡിവൈസ് രണ്ടെണ്ണം ഉണ്ട്, പാസീവ് ഡിവൈസസും ആക്റ്റീവ് ഡിവൈസസും. അതിൽ പാസീവ് ഡിവൈസസ് ആണ് റെസിസ്റ്റർ, അതുപോലെ തന്നെ ഇൻഡക്ടർ, അതുപോലെ തന്നെ കപ്പാസിറ്റർ. ഇതൊക്കെയാണ് പാസീവ് വരെ. ഇതിൽ വരാത്തതൊക്കെ എന്താ? ആക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഈ 3 ഓപ്ഷൻ ഒഴിച്ച് ബാക്കി ആരുള്ളത്? ട്രാൻസിസ്റ്റർ നമുക്ക് ആക്റ്റീവ് ഡിവൈസ് ആണ് അറിയാം, അത് അറിയാത്ത ആൾക്കാരുടെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ. നമുക്കറിയാം ഫുൾ വേ റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ഫുൾ വേ റെക്ടിഫയർ അല്ല, റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഫുൾ വേ റെക്ടിഫയർ 2 ഉണ്ട്, അത് ബ്രിഡ്ജ് റെക്ടിഫയറും സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ അല്ലേ? ഇത് ഫുൾ വേ റെക്ടിഫയറിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.2%, മറ്റേന്ന് പറയുന്നത് 40.6%. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ ഫുൾ വേ റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്താ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ അറ്റ് 300 Kelvin ടെമ്പറേച്ചർ ഇസ് 0.7 വോൾട്ട്, 1.12 ഇലക്ട്രോൺ വോൾട്ട്, 0.7 ഇലക്ട്രോൺ വോൾട്ട്. നമുക്കറിയാം ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്ന സാധനത്തിന്റെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ 1.12 ഇലക്ട്രോൺ വോൾട്ടോ 0.7 ഇലക്ട്രോൺ വോൾട്ടോ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ അറ്റ് 300 കെൽവിനും 0 കെൽവിനും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? 0 കെൽവിൻ ആണെങ്കിൽ 1.21 വോൾട്ടും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് അതും കൂടും. അപ്പോൾ അത് കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാൻഡ് ഗ്യാപ്പ് എനർജി കുറയും. അപ്പോൾ 1.12. അപ്പോൾ അത്രമാത്രം എനർജി കടന്നാൽ മതി. മറ്റേതാകുമ്പോൾ അത്രയും 1.21 ഇലക്ട്രോൺ വോൾട്ട് കടക്കണം അല്ലേ? അപ്പോൾ എന്താ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, an RC phase shift oscillator with 3 identical RC stages uses an inverting amplifier with a gain of -30. Each stage has R is equal to 10 kilo ohm and C is equal to 10 nanofarad. What is the total phase shift provided by the 3 RC stages at the oscillation frequency? തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ബൈ ദ 3, അത് നമുക്കറിയാമല്ലോ. ഒരു RC ഫേസ് ഷിഫ്റ്റിൽ മൊത്തം RC ഫേസ് ഷിഫ്റ്റിൽ 360 ഡിഗ്രിയാണ് നമ്മൾക്ക് വരിക. അപ്പോൾ അതിൽ 180 ഡിഗ്രി ആരാ കൊടുക്കുന്നത്? ഈ ആംപ്ലിഫയറും ബാക്കി 180 ഡിഗ്രി ഈ പറയുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ അത് എത്ര വരെ? 180 ഡിഗ്രി വരെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. In a full wave rectifier circuit with a capacitor filter, the input is 50 Hz sine wave, the load resistance is 1 kilo ohm and the filter capacitor is 10 microfarad. What is the approximate ripple factor? നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഫുൾ വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി 2/2f ആയിരിക്കും വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 100 ഹെർട്സ് ആണ് വരിക. ലോഡ് റെസിസ്റ്റൻസ് RL ഇസ് ഈക്വൽ ടു 1 കിലോ ഹെർട്സ് വന്നിട്ടുണ്ട്. ഫിൽറ്റർ കപ്പാസിറ്റർ 100 മൈക്രോ ഫാരഡ് വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് റിപ്പിൾ ഫാക്ടർ ഇസ് ഈക്വൽ ടു 1/4√3 FCRL. വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 4 ഇൻറ്റു നമുക്ക് ഒരു 1/√3 എന്നത് 0.55 തന്നിട്ടുണ്ട്. അപ്പോൾ 0.577 വരും. 4 ഇൻറ്റു √3 അവിടെ പോയി. പിന്നെ ഫ്രീക്വൻസി 100 ആണ്. ഇൻറ്റു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 100 മൈക്രോഫാരഡ് ആണ്. 100 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു റെസിസ്റ്റൻസ് RL എന്ന് പറയുന്നത് 1 ഇൻറ്റു 10³ ഓക്കെ. അപ്പോൾ 3 2 4 ഇത് പോയി 2 4 10 മാത്രമേ ഉള്ളൂ അല്ലേ? 40. അത് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമ്മൾക്കൊരു 0.012 കിട്ടും കേട്ടോ അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ട്വൈസ് എടുക്കാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ വ്യത്യാസമായിരിക്കും. നമ്മൾ ജസ്റ്റ് ആ എഫിൽ 50 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ മാറുമേ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വാട്ട് ഇസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ടണൽ ഡയോഡ് ഇൻ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സ് കമ്പയർഡ് ടു എ സ്റ്റാൻഡേർഡ് PN ജംഗ്ഷൻ ഡയോഡ്? ഒരു ടണൽ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജ് ഇൻ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് PN ജംഗ്ഷൻ ഡയോഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ നമ്മൾ ടണൽ ഡയോഡാണ് ഉപയോഗപ്പെടുത്തുക. അത് എന്തുകൊണ്ടാണ്? ഹയർ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, ലോവർ
ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്, ഇംപ്രൂവ്ഡ് തെർമൽ സ്റ്റെബിലിറ്റി. നമുക്കറിയാം അല്ലേ. എന്താണ് പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അതിൻ്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ തന്നെയാണ്. അതിൽ വർക്കും പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് നമ്മൾ ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയറിലും ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന നെഗറ്റീവ് റെസിസ്റ്റൻസ്, ഇത് ഈ ഒരു ഭാഗം അല്ലേ, ടണൽ ഡയോഡിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ക്ലാസ് ഡി ആംപ്ലിഫയർ പ്രിഫേർഡ് ഇൻ മോഡേൺ പോർട്ടബിൾ ഡിവൈസസ് ഓവർ എ ക്ലാസ് എ ആംപ്ലിഫയർ? നമുക്കറിയാം ക്ലാസ് എ ആംപ്ലിഫയറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ടുള്ളത് ക്ലാസ് ഡി ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ക്ലാസ്സുകൾ ഫസ്റ്റ് ഒന്ന് പവർ ആംപ്ലിഫയറിൽ കൂടി വരുമ്പോൾ ക്ലാസ്സുകൾ കൂടുന്തോറും എഫിഷ്യൻസി കൂടും, ഡിസ്റ്റോഷനും അതുപോലെ തന്നെ കൂടും. അപ്പോൾ അതായത് ഏറ്റവും കുറവ് ഡിസ്റ്റോഷൻ വരുന്നത് എയിലായിരിക്കും, ഏറ്റവും കൂടുതൽ ഡിസ്റ്റോഷൻ വരുന്നത് ഡിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ പറയുക? ഹൈ ലീനിയാരിറ്റി, ഗ്രേറ്റർ എഫിഷ്യൻസി, ലോവർ ഇൻപുട്ട് ഇംപെഡൻസ്, റെഡ്യൂസ്ഡ് ഹാർമോണിക് ഡിസ്റ്റോഷൻ. ഏതാ വരാം? ഗ്രേറ്റർ എഫിഷ്യൻസി ആണ്. അപ്പോൾ എയിന്ന് ഡിയിലേക്ക് പോകുന്തോറും എഫിഷ്യൻസി കൂടും, ഡിസ്റ്റോഷനും കൂടും. ഡിസ്റ്റോഷൻ കുറവ് എയിലും, ഡിസ്റ്റോഷൻ കൂടുതൽ ഇതിലായിരിക്കും. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഓവർ ഒരു ആർ സി ഫേസ് ഷിഫ്റ്റ്? നമുക്കറിയാം ഒരു ആർ സി സർക്യൂട്ടും അതുപോലെ തന്നെ എൽ സി സർക്യൂട്ടുകളുണ്ട്. നമ്മൾ മൊത്തം ഓസിലേറ്റേഴ്സ് പഠിക്കുമ്പോൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ആർ സി സർക്യൂട്ടിലാണ് ഈ പറയുന്ന ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒക്കെ വരിക. ഈ പറയുന്ന വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനെക്കാളും ബെറ്റർ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, സിംപ്ലർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ലോവർ പവർ റിക്വയർമെന്റ്, ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ. അതിൽ സിംപ്ലർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന വരില്ല. കാരണം നമുക്കറിയാം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫീഡ്ബാക്കിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, പാരലൽ, സീരീസ് നമുക്ക് കാണാം. ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ, ലോ പവർ റിക്വയർമെന്റ് ഒന്നും വരില്ല. ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 17A ആണ്. ഹയർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആണ് അല്ലേ. മറ്റേത് നമ്മൾ ഫീഡ്ബാക്ക് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഇതാണ് എൻ്റെ ഫീഡ്ബാക്കിൽ വരിക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമുള്ള ഫീഡ്ബാക്ക് കോംപ്ലക്സ് അല്ലേ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വരാത്തത്. പിന്നെ ഹയർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അതിനുണ്ട് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Which characteristic of a bistable multivibrator makes it suitable for memory application? മെമ്മറി ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് കണ്ടിന്യൂസ് ഓസിലേഷൻ, സിംഗിൾ സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ടാണോ, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ടാണോ, ഓട്ടോമാറ്റിക് ട്രിഗറിങ് ആണോ? സിമ്പിൾ. അത് നമുക്കത് ക്വസ്റ്റ്യൻ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട് അല്ലേ. ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്തുകൊണ്ടാണ് മെമ്മറി ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബൈസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട്, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓപ്ഷൻ സി ആണ് അല്ലേ. നമ്മൾ അതേ സമയത്ത് മോണോസ്റ്റേബിൾ വൈബ്രേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ. അസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ 0 സ്റ്റേബിൾ സ്റ്റേറ്റാണ്. 2 ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റാണ് വരിക അല്ലേ. അടുത്തത്, a 3 stage BJT amplifier must handle signals from 0 Hz to 100 kHz. Which of the following coupling method is suitable for this amplifier? അതായത് ഒരു 3 stage BJT ആംപ്ലിഫയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിഗ്നലിന്റെ ഫ്രീക്വൻസി പറഞ്ഞ 0 Hz മുതൽ 100 kHz ആണ്. അപ്പോൾ ഏത് കപ്ലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുക? 0 Hz എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലായി DC ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ DC പ്രധാനമായിട്ടും ഏതിലാണ് വരിക? കപ്ലിംഗ് വരിക ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. RCയും ട്രാൻസ്ഫോമറിലൊന്നും അല്ല. ട്രാൻസ്ഫോമറിലൊക്കെ AC കപ്ലിംഗ് ആണ് വരിക. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിനെ ഡയറക്റ്റ് ആയിട്ട് കപ്പിൾ ചെയ്യണം ചെയ്യുക. ജസ്റ്റ് വയർ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് കപ്പിൾ ചെയ്യുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് കപ്ലിംഗ്. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തിട്ടാണെങ്കിൽ RC കപ്ലിംഗ് ആയി. ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആയി അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, why is a MOSFET preferred over a JFET in digital switching applications? ഒരു ഡിജിറ്റൽ സ്വിച്ചിങ് അപ്ലിക്കേഷൻസിൽ നമ്മൾ മോസ്ഫെറ്റ് ആണ് JFET-നെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിഫർ ചെയ്യാം. നമുക്കറിയാം സ്വിച്ച് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന രൂപം മോസ്ഫെറ്റിൻ്റെ ആണ് അല്ലേ. താഴ്ന്നിരിക്കുന്നല്ലേ ഏതാണ് സ്വിച്ച് അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹൈ ട്രാൻസ് കണ്ടക്ടൻസ്, നോ ഗേറ്റ് കറന്റ് റിക്വയർമെന്റ്, ലോവർ ഇൻപുട്ട് കപ്പാസിറ്റൻസ്, ഗ്രേറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. ഏതാ വരാം? എന്തുകൊണ്ടാണ് മോസ്ഫെറ്റ് പ്രിഫർ ചെയ്യുന്നത് ഓവർ JFET? അപ്പോൾ ഓപ്ഷൻ ബി ആണ്. നോ. അവിടെ നമുക്കറിയാം ഗേറ്റ് ഒക്കെ മറ്റേ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും സിലിക്കൺ ഡയോക്സൈഡ് ഒക്കെ വെച്ചിട്ട് അല്ലേ മോസ്ഫെറ്റില്ല. അപ്പോൾ നോ ഗേറ്റ് കറന്റ് റിക്വയർമെന്റ് ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മോസ്ഫെറ്റിന്റെ ഫുൾ ഫോം അറിയാലോ അല്ലേ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അതിൽ തന്നെ ആ പേരുണ്ട്. ഓക്കെ. ഓപ്ഷൻ ബി.
അടുത്തത് ഇൻ എ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് യൂസിങ് എ സെനർ ഡയോഡ് വിത്ത് 9 വോൾട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമുക്ക് തന്നിട്ട് 9 വോൾട്ട് ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നിരിക്കുന്നത്. സീരീസ് റെസിസ്റ്റർ RS = 300 ഓം തന്നിട്ടുണ്ട്. ആൻഡ് എ 15 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് 15 വോൾട്ട് തന്നിട്ടുണ്ട്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സെനർ ഡയോഡ് ആണ് ചോദിക്കുന്നത്. സെനറിൽ കൂടിയുള്ള കറണ്ട് എത്രയാണ്? വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 900 ഓം ആവുമ്പോൾ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് IZ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് അറിയാം സെനറിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ IZ = IS - IL കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? IS കണ്ടുപിടിക്കണം അല്ലേ? അതായത് സീരീസ് റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. അതായത് IS = Vin - Vz. ഒക്കെ നിങ്ങൾ ഫോർമുല നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. / RS. ഇതിൽ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻപുട്ട് വോൾട്ടേജ് 15 ആണ്, സെനർ വോൾട്ടേജ് 9 ആണ്, RS എന്ന് പറയുന്നത് 300 ആണ്. 15 - 9 6/300 ഏതാണ്ട് 0.02 ആംപിയർ 0.02 ആംപിയർ ആണ് വരിക IS. IL ലോഡിന് കിട്ടണമെന്നുണ്ടെങ്കിൽ VZ/RL ആണ് വരിക. VZ എന്ന് പറയുന്നത് 9 ആണ് / 900. ഇതിന് 0.02 നമുക്ക് 20 മില്ലി ആംപിയർ എന്ന് എഴുതാൻ പറ്റും. 20 മില്ലി ആംപിയർ എന്ന് എഴുതാൻ പറ്റും. ഇത് 9 വരുന്ന സമയത്ത് ഒരു 10 മില്ലി ആംപിയർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി IS - IL ചെയ്താൽ പോരെ? IS പറയുന്നത് എത്ര കിട്ടിയത്? 20 മില്ലി ആംപിയർ മൈനസ് 10 മില്ലി ആംപിയർ = 10 മില്ലി ആംപിയർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് എ കാസ്കോഡ് ആംപ്ലിഫയർ? കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്ററിന്റെ കോമ്പിനേഷൻ ആവും. ഒന്നുകിൽ FET BJT ആവാം, അല്ലെങ്കിൽ BJT, രണ്ട് BJT തമ്മിലുള്ള കോമ്പിനേഷൻ ആവാം. അപ്പോൾ ഇതിൽ രണ്ട് BJTന്റെ കോമ്പിനേഷനേക്കാളും ബെറ്റർ ആണ് ഒരു BJTയും ഒരു FETയും തമ്മിലുള്ള കോമ്പിനേഷൻ ഇൻ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ BJT FET കോമ്പിനേഷൻ നമ്മൾ പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ്? ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിൽ ലോവർ ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആണോ, ഹയർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണോ, റെഡ്യൂസ്ഡ് മില്ലർ എഫക്റ്റ് ആണോ, ഇൻക്രീസ്ഡ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ ആണോ? നമുക്കറിയാം ഈ പറയുന്ന BJTയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ലെഡ്സിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു കപ്പാസിറ്റൻസ് പോലെ ഒരു വിർച്വൽ ആയിട്ടൊരു കപ്പാസിറ്റൻസ് അവിടെ ഫോം ചെയ്യും. അതാണ് മില്ലർ കപ്പാസിറ്റൻസ്. ആ എഫക്റ്റ് ആണ് മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ ഈ പറയുന്ന BJT FET കോമ്പിനേഷൻ ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. റെഡ്യൂസ്ഡ് മില്ലർ എഫക്റ്റ് ആണ് നമുക്ക് അവിടെ വരിക. ഇനി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്റ്റാഗേർഡ് ട്യൂണിംഗ്? സ്റ്റാഗേർഡ് ട്യൂണിംഗ് ഓവർ ഇൻ ഐഡന്റിക്കൽ ട്യൂണിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാഗേർഡ് ട്യൂണിംഗ് കൂടുതൽ യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഹയർ ഗെയിൻ, വൈഡർ ബാൻഡ് വിഡ്ത്ത്, ലോവർ നോയ്സ്, ഇംപ്രൂവ്ഡ് ഇൻപുട്ട് ഇംപെഡൻസ്. സ്റ്റാഗേർഡ് ട്യൂണിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് നമുക്ക് വൈഡാക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ നമുക്ക് ഗെയിൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബാൻഡ് വിഡ്ത്ത് അവിടെ കുറയുക ചെയ്യാം. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാഗേർഡ് ട്യൂണിംഗ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിച്ച് കോൺഫിഗറേഷൻ പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ഇൻപുട്ട് ഇംപെഡൻസ്? നമ്മൾ കോമൺ എമിറ്റർ, കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, ഡാർലിംഗ്ടൺ പെയർ. നമ്മൾക്ക് ഈ ഒരു കോൺഫിഗറേഷൻ പഠിക്കുന്ന സമയത്തെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കോമൺ ബേസിന്റെ അല്ല, അത് രണ്ടും ഉൾട്ടയാണ്. അപ്പോൾ അതിൽ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് വരുന്നത് ഏതിലാണ്? കോമൺ കളക്ടർ കോൺഫിഗറേഷനിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ക്ലാസ് AB ആംപ്ലിഫയർ? AB പവർ ആംപ്ലിഫയർ ഓവർ ക്ലാസ് B ആംപ്ലിഫയർ. ഒരു ക്ലാസ് AB പവർ ആംപ്ലിഫയറിനെ വെച്ച് നോക്കുമ്പോൾ ക്ലാസ് B ആംപ്ലിഫയറിന് ക്ലാസ് B ആംപ്ലിഫയറിനെ വെച്ച് നോക്കുമ്പോൾ ക്ലാസ് AB ആംപ്ലിഫയറിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? ഹയർ ഔട്ട്പുട്ട് പവർ, reduced crossover distortion, improved input impedance, greater thermal stability. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ബിക്ക് നമ്മളിത് അന്ന് ഡിസ്കസ് ചെയ്താണ് അല്ലെ, ക്രോസ് ഓവർ ഡിസ്റ്റോഷനെ കുറിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ അതിൽ നമ്മൾ പവർ ആംപ്ലിഫയർ പറയുമ്പോൾ ഈ കാര്യം ഇതുപോലെ ചോദ്യം, പക്ഷെ ഇങ്ങനെയല്ല ചോദ്യം വന്നത്.
ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് നമ്മൾ ചോദിച്ചത്. അതിന് വേറൊരു രീതിക്ക് ചോദിച്ചിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ക്ലാസ് ബി ആംപ്ലിഫയറിൽ അവിടെ 2 BJT ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓണായി ഒരു ഹാഫ് സൈക്കിൾ കിട്ടി, അടുത്തത് ഓൺ ആവുന്നതിന് ഇടയ്ക്ക് ഒരു ടൈം എടുക്കും. ആ ഡിലേ ആണ് നമുക്ക് ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ആയിട്ട് വരിക. അത് റെഡ്യൂസ് ചെയ്യാനാണ് AB നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഫിഗർ വന്ന് അതിലൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടാണ് നമുക്ക് അടുത്തത് കിട്ടുന്നത്. ഇതാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ വരുന്നത് എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രിഫേർഡ് ഇൻ പ്രിസിഷൻ ആപ്ലിക്കേഷൻസ് കമ്പയർഡ് ടു LC ഓസിലേറ്റർ? അപ്പോൾ ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ ഉള്ള ഓസിലേറ്ററിനേക്കാളും ഏറ്റവും ബെറ്റർ ഈ പറയുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. എന്തുകൊണ്ടാണ് ചോദിക്കണം. ഹയർ ഗെയിൻ, ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, ലോവർ പവർ കൺസംഷൻ, സിമ്പിൾ ഡിസൈൻ. ഏതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിന് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ക്യൂ ഫാക്ടർ വളരെ കൂടുതലാണ് ഈ പറയുന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററിന്. അതുപോലെ നാരോ റെസൊണൻസ് കർവ് ആകാം അതിനുണ്ടാകും അല്ലേ. റെസൊണൻസ് കർവ് എന്ന് പറയുന്നത് നാരോ ആണ്. അതേപോലെ ഇതിന്റെ ക്യൂ ഫാക്ടർ അഥവാ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഹൈ ആണ്. അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പെക്യുലാരിറ്റീസ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈസ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രിഫേർഡ് ഇൻ പ്രിസിഷൻ ആപ്ലിക്കേഷൻസ് കമ്പയർഡ് ടു ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. റിപ്പീറ്റ് വന്നതാ. അടുത്തത്, in an NPN BJT with a current gain beta of 100 is used as a switch. BJT switch ആയിട്ട് വർക്ക് ചെയ്യുന്നു. In which 2 regions does it primarily operate? നമുക്കറിയാം സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ 2 റീജിയനിലാണ് കട്ട് ഓഫും സാച്ചുറേഷനും. ആൻഡ് വാട്ട് ഈസ് എ കണ്ടീഷൻ ദാറ്റ് കുഡ് കോസ് ഇറ്റ് ടു എൻ്റർ ദ ആക്റ്റീവ് റീജിയൻ? അപ്പോൾ പവർ ഡിസിപ്പേഷൻ ഇൻക്രീസും ചെയ്യും, അതുപോലെ തന്നെ ആക്റ്റീവ് റീജിയനിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ആദ്യം പറയുന്ന കാര്യം എടുത്താൽ തന്നെ കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ കിട്ടി. ആക്റ്റീവ് ആൻഡ് സാച്ചുറേഷൻ വരില്ല. ആക്റ്റീവ് റീജിയനിലെ ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. സാച്ചുറേഷൻ ആൻഡ് ലീനിയർ എന്ന് പറയുന്ന ആംപ്ലിഫയർ മറ്റേ ആക്റ്റീവ് റീജിയനെ പറയണം. കട്ട് ഓഫ് ആൻഡ് ആക്റ്റീവ് റീജിയൻ വരില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉത്തരം കിട്ടിയ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതിലെപ്പോഴും നമുക്കറിയാം IC/IB ആണ് എന്തെന്ന് പറയുന്നത് ബീറ്റ അല്ലേ. ബീറ്റ എന്ന് പറയുന്നത് IC/IB ആണ്. അപ്പോൾ IC/ബീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ബേസ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ബേസ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. നമ്മൾ ബേസ് കറണ്ട് വെച്ചിട്ടാണല്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ IB എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബേസ് കറണ്ട് വന്നാൽ മാത്രമേ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവുള്ളൂ അല്ലേ. ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ കണ്ടീഷനിൽ ട്രാൻസിസ്റ്റർ ക്ലോസ് സ്വിച്ച് ആക്ട് ചെയ്യും. അവിടെ മാക്സിമം IC വരും, കളക്ടർ കറണ്ട് നമുക്ക് കിട്ടും അല്ലേ ഔട്ട്പുട്ടിൽ. അതേ സമയത്ത് കട്ട് ഓഫ് റീജിയനിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, അതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന സാധനം നമുക്ക് ഓൺ ആവണമെങ്കിൽ പോലും ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡിൽ നമ്മളത് എത്തണം, ആ ബേസ് കറണ്ടിലേക്ക് അത് എത്തണം. അത് ഇൻസഫിഷ്യൻ്റ് ആവുന്ന സമയത്താണ് അത് ഈ എവിടേക്ക് മാറുന്നത്, ആക്റ്റീവ് റീജിയനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പവർ ഡിസിപ്പേഷൻ അതിനനുസരിച്ചിട്ട് കൂടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഫോർ എ ക്ലാസ് എ ആംപ്ലിഫയർ ദ ക്വിസന്റ് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ICQ is equal to 120 മില്ലി ആംപിയർ ആണ്. ആൻഡ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് VCC is equal to 10 വോൾട്ട് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സാധനം ICQ എന്ന് പറയുന്നത് 120 മില്ലി ആംപിയർ വന്നിട്ടുണ്ട്. VCC എന്ന് പറയുന്നത് 10 വോൾട്ട് വന്നിട്ടുണ്ട്. വാട്ട്സ് ദ മാക്സിമം AC പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അസ്യൂമിങ് അത് റെസിസ്റ്റീവ്ലി ലോഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ക്ലാസ് ആയ ആംപ്ലിഫയർ 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ഒന്ന് റെസിസ്റ്റീവ്ലി ലോഡഡും ട്രാൻസ്ഫോമർ ലോഡഡും അല്ലേ. അപ്പോൾ അതിൽ റെസിസ്റ്റീവ്ലി ലോഡഡാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇതിന്ന് കണ്ടുപിടിക്കേണ്ട PAC ആണ്. ഓക്കെ, അപ്പോൾ PAC കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ ആദ്യം PACൻ്റെ ഫോർമുല എന്താണ്, PAC കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് V peak into I peak divided by 2 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നമുക്ക് എന്തെങ്കിലും ഓരോന്നിൻ്റെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കണം. V peak എന്ന് പറയുന്നത് V peak എന്ന് പറയുന്നത് VCC/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ ടു 5 വോൾട്ട് കിട്ടി. ഇനി IP എന്ന് പറയുന്നത് എന്താണ്, which is equal to ICQ തന്നെയാണ്, which is equal to 120 മില്ലി ആംപിയർ ആണ്. അത് 0.12 ആംപിയർ, കാരണം തന്നിരിക്കുന്ന ഓപ്ഷനിൽ മില്ലിയും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ നോർമൽ ടേംസിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ അതിന് പവർ നമുക്ക് കിട്ടുമല്ലോ. PAC എന്ന് പറയുന്നത് VP 5 കിട്ടി ഇൻറ്റു 0.12 ഡിവൈഡഡ് ബൈ
2 ചെയ്ത് കഴിഞ്ഞാൽ 0.6 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 0.3 വാട്ടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ്, ഇതും നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻ എന്നല്ല, പക്ഷേ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഗെയിനും നോർമൽ ഗെയിനും ഡെസിബലും അല്ലാണ്ട് വരുന്ന ടൈപ്പ് അല്ലേ? അപ്പോൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് 3 ഐഡന്റിക്കൽ സ്റ്റേജസ് ഉണ്ട്. ഓരോന്നിൻ്റെയും ഗെയിൻ 10 ആണ്. അപ്പോൾ 3 സ്റ്റേജസ് ഉണ്ട് കേട്ടോ. അതൊരു സ്റ്റേജ് ഓരോന്നിൻ്റെയും ഗെയിൻ എന്ന് പറയുന്നത് 10, 10, 10 എന്നാണ്. വാട്ട്സ് ദ ടോട്ടൽ ഗെയിൻ? ഇതെല്ലാം കൂടെ നോർമൽ കേസിൽ ഈ തന്നിരിക്കുന്ന ഡെസിബലിലല്ല. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? 10 × 10 × 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10 ക്യൂബ് ആണ് അല്ലേ? ചോദിക്കുന്നത് ഗെയിൻ ഇൻ ഡെസിബലാണ്. ഗെയിൻ ഇൻ ഡെസിബൽ പറയുമ്പോൾ 20 ലോഗ് AV ചെയ്യണം. അതായത് 20 ലോഗ് 10 ക്യൂബ് ചെയ്യണം അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 3 × 20 ലോഗ് 10 to the base 10. ഇത് 1 ആവും. അപ്പോൾ 3 × 20 ഈസ് ഈക്വൽ ടു 60 ഡെസിബൽ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഡാർലിംഗ്ടൺ പെയർ ഈസ് ഫോംഡ് വിത്ത് 2 ട്രാൻസിസ്റ്റേഴ്സ്. നമുക്കറിയാം ഡാർലിംഗ്ടൺ പെയർ എന്ന് പറയുന്നത് 2 ട്രാൻസിസ്റ്ററിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതിൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ എന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോവുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ അതാണ് Q1 ഉം Q2 ഉം വരുന്നത്. കറണ്ട് ഗെയിൻ 60. അതായത് നമുക്ക് രണ്ടിനും ഇങ്ങനെയാണല്ലോ അത് വരിക, ഇങ്ങനെയാണല്ലോ വരിക. ഇത് Q1, ഇത് Q2. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കറണ്ട് ഗെയിൻ ആണ് β1 വിച്ച് ഇസ് ഈക്വൽ ടു 60 വന്നു. രണ്ടാമത്തേൻ്റെയാണ് β2 വിച്ച് ഇസ് ഈക്വൽ ടു 80 വന്നു. അപ്പോൾ ടോട്ടൽ ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് β1 × β2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 60 × 80 വിച്ച് ഇസ് ഈക്വൽ ടു 4800 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ബീറ്റയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് എന്താ? ബേസ് കറണ്ട് ഓഫ് Q1. ബേസ് കറണ്ട് ഓഫ് Q1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം എമിറ്റർ കറണ്ട് ഓഫ് Q2 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു β + 1 × IB1 ആണ് ചെയ്യേണ്ടത്. ബീറ്റയുടെ വാല്യൂ ഇപ്പോൾ 4800 കിട്ടി. +1 × IB1 എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ നമുക്ക് 10 മൈക്രോ ആംപിയർ × 10⁻⁻6. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് 4801 0 × 10⁻⁻6. ഓക്കെ, വിച്ച് ഈസ് ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 14.01 മില്ലി ആംപിയർ വരാം. ഇവിടെ നമുക്ക് അതിനോട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? അപ്പോൾ 30 ആൻസർ 48.61 മില്ലി ആംപിയർ ആണ് വരിക. ഓപ്ഷൻ എ. അടുത്തത് കോമൺ സോഴ്സ് FET ആംപ്ലിഫയർ വിത്ത് ആൻ N channel MOSFET has GM is equal to 4 millisiemens, RT is equal to 3 kilo ohm and RS is equal to 0.5 kilo ohm with നോ ബൈപ്പാസ് കപ്പാസിറ്റർ പറയണേ. കാൽക്കുലേറ്റ് ലോ ഫ്രീക്വൻസി ഗെയിൻ ആണ്. അതിൽ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? നമുക്ക് AV എന്ന് പറയുന്നത് എന്താണ്? -GM × RD ഡിവൈഡ് ബൈ 1 + GM × RS ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു -GM എന്ന് പറയുന്നത് 4 മില്ലിസീമൻ 10⁻³ × RD എന്ന് പറയുന്നത് 3 കിലോ ഓം 2 × 10⁻³ ഡിവൈഡഡ് ബൈ 1 + 4 × 10⁻³ × RS എന്ന് പറയുന്നത് 0.5 × 10³ ഓക്കെ, ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോയി -12 ഡിവൈഡ് ബൈ 1 + 0.5 × 4 വരുമ്പോൾ 2 വരിക. അപ്പോൾ -12 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു -4 ആണ് ഗെയിൻ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് ദ ഫിൽറ്റർ V1 below. തന്നിരിക്കുന്ന ഫിൽറ്ററിൽ നിന്ന് ആദ്യം ഫിൽറ്റർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ പാസ് ബാൻഡ് ഗെയിനും കണ്ടുപിടിക്കണം. നമുക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ ആണ്. ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഇവിടെ ഈ റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് ആര് വരും? കപ്പാസിറ്റർ വരും. കപ്പാസിറ്റർ സ്ഥാനത്ത് റെസിസ്റ്റർ വരും അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താണ്? കട്ട് ഓഫ് ഫ്രീക്വൻസി FC is equal to 1/2 RC, which is equal to 1/2 × 3.14 × resistor എന്ന് പറയുന്നത് 7.95K × കപ്പാസിറ്റർ 0.01 × 10⁻⁻6. ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ഈ റേഞ്ചിലൊരു വാല്യൂ വരും. ഇറ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 2 ഹെർട്സ് ആണ് വരിക. അതായത് 1.59 കിലോ ഹെർട്സ്. അപ്രോക്സിമേറ്റ്ലി അതെന്താണ്? 2 കിലോ ഹെർട്സ് ആണ്. ഇതാണ് എന്ത്? FC.
ഇനി പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് എ ബി സി ഇക്വൽ ടു എന്താ വരിക 1 പ്ലസ് നോൺ ഇൻവേർട്ടിങ്ങിന്റെ ഭാഗത്തല്ലേ, അപ്പോൾ 1 പ്ലസ് ആർ എഫ് ബൈ ആർ 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 10k ബൈ 10k വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി 2 കിലോ ഹെർട്സും വരും, അതുപോലെ തന്നെ പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് 2 വരും. അതാണ് നമുക്ക് വരും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The center frequency of a PLL is determined by the free running frequency of center frequency of PLL എന്ന് പറയുന്നത് ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക. ഏതിന്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി വെച്ചിട്ടാ? ഫേസ് ഡിറ്റക്ടർ, VCO, ലോ പാസ് ഫിൽറ്റർ, ആംപ്ലിഫയർ. നമുക്കറിയാം അത് VCO തന്നെയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. A 555 monostable multivibrator has R is equal to 100 kilo ohm and time delay T is equal to 11 second. The value of the capacitance C is. നമുക്കറിയാം മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിലെ ടൈം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടൈം ഡിലേ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1.1 into RC ആണ്. ഇതിൽ ടൈം 11 തന്നിട്ടുണ്ട്. 1.1 into R എന്ന് പറയുന്നത് 1000 10⁻⁶ വരും ഇൻറ്റു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ 11 ഡിവൈഡ് ബൈ ഇത് വരുമ്പോൾ 11 into 10⁵ വരും ഈക്വൽ ടു C വിച്ച് ഇസ് ഈക്വൽ ടു 10⁻⁻⁵. അതെന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ്? 0.1 മൈക്രോ ഫാരഡിനോട് ഈക്വൽ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അടുത്തത്, a 555 ടൈമർ ഇൻ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻ മോഡ് ക്യാൻ ബി യൂസ്ഡ്. ഒരു 555 ടൈമർ ആണ്, അതിന് നമുക്ക് പല മോഡിൽ വർക്ക് ചെയ്യാം. മോണോസ്റ്റേബിൾ, അസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ, ആ രീതിക്കൊക്കെ വർക്ക് ചെയ്യുക. അതിന് പുറമെ നമ്മൾ കുറച്ച് കമ്പോണൻസ് കൊടുത്താൽ മതി. റെസിസ്റ്ററും കപ്പാസിറ്റർ ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻ മോഡിൽ 555 ടൈമർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് എന്തായിട്ടാണ് വർക്ക് ചെയ്യുക? നമ്മൾ 555 ടൈമറിൻ്റെ ആപ്ലിക്കേഷൻ 555 ടൈമർ ആപ്ലിക്കേഷൻ ഓഫ് മോണോസ്റ്റേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതെന്താണ്? ഫ്രീക്വൻസി ഡിവൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യുക അല്ലേ. ട്രിഗർ അല്ല, അത് ബൈസ്റ്റേബിൾ ആണ്. ഫ്രീ റണ്ണിങ് അല്ല, സ്ക്വയർ വേവ് അല്ല, അത് ഫ്രീക്വൻസി ഡിവൈഡർ ആണ്. അതുപോലെ വേറെ മറ്റു അപ്ലിക്കേഷൻസ് ആണ് പൾസ് ജനറേറ്റർ, ഫ്രീക്വൻസി ഡിവൈഡർ, പൾസ് സ്ട്രെച്ചർ, ടൈമർ ആൻഡ് ഡിലേസ്, ഇവന്റ് ഡിറ്റക്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇവന്റ് ഡിറ്റക്ടർ. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുക ടൈമർ ആൻഡ് ഡിലേസ് ആയിരിക്കും. ഇതൊക്കെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മോണോസ്റ്റേബിൾ. ഓക്കെ, അടുത്തത്, ലോ ഫ്രീക്വൻസി ഗെയിൻ ഇൻ ആൻ ഓപ്പ് ആംപ് ഇന്റഗ്രേറ്റർ ഇസ് ലിമിറ്റഡ് ബൈ ആഡിങ് എ. ഓപ്പ് ആംപ് ഇന്റഗ്രേറ്ററിന്റെ ലോ ഫ്രീക്വൻസി ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്തിട്ട്? കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇൻപുട്ട്, റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇൻപുട്ട്, എ കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് ഔട്ട്പുട്ട്, എ റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ഔട്ട്പുട്ട്. നമുക്ക് ഇങ്ങനെയാണല്ലോ ഇന്റഗ്രേറ്റർ വരിക. ഇതിൽ ഇവിടെ റെസിസ്റ്റർ വരും, കപ്പാസിറ്റർ. അപ്പോൾ ഇതിന് അക്രോസ് നമ്മൾ ഒരു റെസിസ്റ്റർ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ നമുക്ക് ഈ പറഞ്ഞ ലോ ഫ്രീക്വൻസി ഗെയിൻ ഇൻ ഇന്റഗ്രേറ്റർ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ഗെയിൻ യൂണിറ്റി ഈസ് നോൺ ആസ്. ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, അതിന്റെ ഗെയിൻ യൂണിറ്റി ആണ്. നമുക്ക് അറിയാം അല്ലേ. ഗെയിൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? ഡിഫറൻസ് ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ, ഇൻവെർട്ടർ. അത് ഏതാണ്? വോൾട്ടേജ് ഫോളോവർ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റി ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ. വാട്ട് ഈസ് എ ഫീഡ്ബാക്ക് എലമെന്റ് ഓഫ് എ ലോഗരിതമിക് ആംപ്ലിഫയർ? നമുക്കറിയാം ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ലോഗരിതമിക്, ആന്റി ലോഗരിതമിക് ഒക്കെ ആംപ്ലിഫയർ നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ കൂടെ അതിന്റെ ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കപ്പാസിറ്റർ ഫീഡ്ബാക്കിൽ വരുമ്പോൾ എന്തായിരിക്കും വരിക? റെസിസ്റ്റർ ഫീഡ്ബാക്കിൽ വരുമ്പോൾ എന്തായിരിക്കും വരിക? ഡയോഡാണ് എന്താ വരിക അല്ലേ. അപ്പോൾ ഡയോഡാണ് ആരുടെ കൂടെയുള്ളത്? ഫീഡ്ബാക്കിൽ ലോഗരിതമിക് ആംപ്ലിഫയറിൽ ഉണ്ടാവുക. അതെങ്ങനെയാണ്? ഇതിൽ ഈ ഡയോഡാണ് ഇവിടെ ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെയാണ് ആര് വരിക? ലോഗരിതമിക് ആംപ്ലിഫയറിൽ വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഡയോഡാണ് അതിൽ വരിക. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എംപ്ലോയ്സ് ഓപ്പ് ആംപ് ആസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, നൺ ഓഫ് ദ എബോവ്. പറയൂ. അപ്പൊ ഇതിൽ നമ്മൾക്ക് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണോ എന്തായിട്ടാണ് അത് ആക്ട് ചെയ്യാം? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എംപ്ലോയ്സ് ഓപ്പ് ആംപ് ആസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട്. നമുക്കറിയാം രണ്ട് ഫീഡ്ബാക്ക് ഉണ്ട് അല്ലേ. പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഓപ്ഷൻ എ ആണ്. അടുത്ത വിഷയം ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പ് ആംപ്. ഇത് ഞാൻ അന്ന് ആ ക്ലാസ് എടുക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. PSRR, സ്ലീവ് റേറ്റും, ഇൻപുട്ട് ഓഫ്സെറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഒക്കെ വേണ്ടി കുറേ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൽ
ഇൻഫിനിറ്റ് CMRR ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. പക്ഷേ സ്ലീവ് റേറ്റ് കൂടുതലായിരിക്കും വരിക അല്ലേ. സ്ലീവ് റേറ്റ് എന്തായിരിക്കും, ഹൈ ആണ്, ഇൻഫിനിറ്റ് ആണ് വരിക. അതുപോലെ PSRR ആണ് 0 വരിക കേട്ടോ. PSRR ആണ്, പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ ആണ് 0 വരിക. അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാ ആൻസർ തെറ്റായിട്ടുള്ള ഓപ്ഷൻ അല്ല, നോട്ട് ആൻഡ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കണം. ഓപ്ഷൻ ഡി ആണ് അല്ലേ. അടുത്ത വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഒക്കെ പറയാം. വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് നമുക്ക് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓൾ ഓഫ് ദ എല്ലാത്തിലും വരില്ല. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ മാത്രമേ അത് വരുള്ളൂ അല്ലേ. അതിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ വരുന്നത് എന്താണ്, വിർച്വൽ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വിർച്വൽ ഗ്രൗണ്ട്. മറ്റേ വിർച്വൽ ഷോർട്ടാണ് വരാം ഏതില്ല, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ്, ഇത് നമ്മളൊന്ന് പറഞ്ഞപ്പോൾ പറയണ്ടായിരുന്നു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ അല്ലേ. അപ്പോൾ ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഇൻ ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, കറണ്ട് സീരീസ്, കറണ്ട് ഷണ്ട്. ഏതാ, വോൾട്ടേജ് ഷണ്ട് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഇൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഷണ്ട് ആണ്. 741 op-amp has a slew rate of 0.5 volt per microsecond. What is the maximum frequency and input sinusoid of peak value 5 volt at which distortion sets in due to slew rate limitation? Sine wave in the formula, sine wave in the slew rate in the formula, which is equal to 2 pi f into AV എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. AV അല്ല, VM എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് സ്ലീവ് റേറ്റ് തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാ, ഫ്രീക്വൻസി അല്ലേ ചോദിക്കണം. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്ലീവ് റേറ്റ് ഡിവൈഡ് ബൈ 2 pi into VM വരെ. അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു സ്ലീവ് റേറ്റ് 0.5 into 10⁻⁶ വരും, ഡിവൈഡ് ബൈ 2 into 3.14 into VM എന്ന് പറയുന്നത് 5 വരാം അല്ലേ. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും ഒരു 15,915.5 ഹേർട്സ് എന്ന് കിട്ടും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15.92 കിലോ ഹേർട്സ് വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് 741 op-amp എന്ന് പറയുന്നത് 1 MHz ആണ്. ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഇത് നമ്മളൊന്ന് ചെയ്തതാണ് അല്ലേ. ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിച്ച് യൂസസ് 741 op-amp ഹാവിംഗ് വോൾട്ടേജ് ഗെയിൻ ഓഫ് 40 decibel. അതായത് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 10⁻⁶ MHz ആണ്. എന്താണെന്നിരിക്കുന്നത്, ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്, ബാൻഡ്വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 10⁻⁶ ഡിവൈഡ് ബൈ ഗെയിൻ ആണ്. അപ്പോൾ ഇതിൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 20 log ഗെയിൻ തന്നിട്ട് 40 ആണ്. അപ്പോൾ 20 log ഗെയിൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡെസിബിളിലാക്കണം കേട്ടോ. അപ്പോൾ അതിനെ എന്താ 40 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലോഗ് ഗെയിൻ എന്ന് പറയുന്നത് 40/20 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 കിട്ടും. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് 10² ആണ് വരിക അല്ലേ. അപ്പോൾ ഇത് 10⁻⁶ ഡിവൈഡ് ബൈ 10² വരും. അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 kHz എന്ന് കിട്ടും. 10⁻⁴ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 10 kHz ആണ് ഇക്വാലന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ op-amp സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ V0 എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളത് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, ഒരു ഭാഗം ഇൻവേർട്ടിങ്ങും മറ്റേ ഭാഗം നോൺ ഇൻവേർട്ടിങ്ങും കോൺഫിഗറേഷൻ രണ്ടും കൂടെ ഒരൊറ്റ ഇൻപുട്ട് നമ്മൾ ക്ലബ് ചെയ്തിട്ട് കൊടുത്തിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മോളത്തെ സെക്ഷൻ എടുക്കുക. മോളത്തെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് മോളത്തെ സെക്ഷനും താഴെ സെക്ഷനും കൂടെ ആഡ് ചെയ്യണം വേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം എന്താ ചെയ്യുക, ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് 2 ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. 2 ഇൻപുട്ടിൻ്റെ V ഇൻപുട്ട് ഇൻറ്റു ഇതിൻ്റെ ഗെയിന്, മോളത്തതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ഇത് ഇൻവേർട്ടിംഗ് ആണ്. അപ്പോൾ -RF/R1 ആണ്. അപ്പോൾ -3K ഡിവൈഡ് ബൈ 1K, രണ്ടും K ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതിൻ്റെ കൂടെ താഴെ ഇൻവേർട്ടിങ്ങിൻ്റെ 2 into 1 + RF/R1 ആണ്, 1 + RF/R1 ഇൻറ്റു ഈ പറയുന്ന താഴത്തെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, 1K ഡിവൈഡ് ബൈ 1 + 1 ഇൻറ്റു അതന്നെ 2 ഇൻറ്റു ഈ വാല്യൂ. അപ്പോൾ ഇതിൽ ഇത് -6 ആണ് അല്ലേ. 3 ഇൻറ്റു -6 പ്ലസ് ഇത് 3/1 4, 2 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു 1/2 വരും. അപ്പോൾ -6 + 4 വരും, വിച്ച് ഈസ് ഈക്വൽ ടു -2 വോൾട്ടാണ് വരാം കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എ Schmitt trigger shown in the figure. The resistance values are R1 = R2 = 5 kilo ohm, saturation voltage of ±5
10 വോൾട്ട്. ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്താണ് ചോദിക്കുന്നത്. ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പർ ത്രഷോൾഡ് മൈനസ് ലോവർ ത്രഷോൾഡ് ആണ് നമുക്കറിയാം. അപ്പോൾ ആദ്യം അപ്പർ ത്രഷോൾഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ അപ്പർ ത്രഷോൾഡ് കണ്ടുപിടിക്കാനുള്ള VUTP എന്ന് പറയുന്നത് പ്ലസ് VSAT ഇൻറ്റു എന്താണ് R1/R1 പ്ലസ് R2. R1/R1 പ്ലസ് R2 രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് VLTP ആണെന്നുണ്ടെങ്കിൽ മൈനസ് VSAT ഇൻറ്റു R1/R1 പ്ലസ് R2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. VSAT തന്നിട്ടുണ്ട് പ്ലസ് 10 ഇൻറ്റു 5/5 പ്ലസ് 5 5 10 ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് 5 വോൾട്ടും മറ്റേത് മൈനസ് 5 വോൾട്ടും വരാം. നമുക്ക് ഹിസ്റ്ററിസിസ് വോൾട്ടേജിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V അപ്പർ ത്രഷോൾഡ് മൈനസ് V ലോവർ ത്രെഷോൾഡാണ്. പ്ലസ് 5 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എ കമ്പാരേറ്റീവ് വിത്ത് സീറോ റെഫറൻസ് വോൾട്ടേജ്, അത് പിന്നെ പറയണ്ട, അങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. നമ്മൾ ആദ്യം സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ ഓപ്പ് ആംപ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ക്യാൻ ബി ലിമിറ്റഡ് ബൈ ദ യൂസ് ഓഫ്. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും വിത്ത് യൂസ് ഓഫ് എന്ത് സെനർ ഡയോഡ്. അതിൻ്റെ സെനർ വോൾട്ടേജിലേക്ക് നമുക്കത് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഇത് മറ്റേതുപോലെ തന്നെയാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് 2 വോൾട്ട് കൊടുക്കുന്നു. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടിനും 2 വോൾട്ടേജ് കൊടുക്കുന്നു. നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതിൽ ഇത് V01 V02 കൊടുക്കുക കേട്ടോ. അപ്പം V01 എന്ന് പറയുന്നത് നമ്മൾ മറ്റേത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു. ഇത് നമ്മൾ സെപ്പറേറ്റ് സ്റ്റെപ്പിൽ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു V1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 2 വോൾട്ട് ആണ്. അപ്പോൾ 2 ഇൻറ്റു മറ്റേത് ഇൻവേർട്ടിംഗ് ആണ്. അപ്പോൾ മൈനസ് 10/5 ആണ് അല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഇനി V02 എന്ന് പറയുന്നത് 4 ഇൻറ്റു താഴെ നോൺ ഇൻവേർട്ടിംഗ് ആണ്. 1 പ്ലസ് RF/R1 എന്ന് പറയുന്നത് 10/5 ഇൻറ്റു ആ റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ 5/5 പ്ലസ് 5 അല്ലേ. അപ്പോൾ ഇതെന്താ വരിക -4. ഇതെത്രയാണ് വരിക 5/1/2 വരും. ഇത് 2 വരും. 2 പ്ലസ് 1 3 വരും. 3 ഇൻറ്റു 4 12/2 വിച്ച് ഈസ് ഈക്വൽ ടു 6 അല്ലേ. അപ്പം നമുക്ക് ടോട്ടൽ വോൾട്ടേജ് V0 എന്ന് പറയുന്നത് V01 പ്ലസ് V02 വിച്ച് ഈസ് ഈക്വൽ ടു -4 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു +2 വോൾട്ട്. അതേപോലെ തന്നെ ഓക്കെ. അപ്പോൾ ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ഇതാണ്. ഇനി ഇതിൻ്റെ ബാക്കി സെറ്റ് ഉടൻ തന്നെ വരും കേട്ടോ. അപ്പോൾ എക്സാം നന്നായി എഴുതിയിട്ടുള്ള എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി സപ്പോസ് ഇതിൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ വിഷമിക്കണ്ട. അടുത്ത പരീക്ഷകൾ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.